ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ദാവൂദ് ഇബ്നു സാലിഹ് ഇബ്നു ദീനാർ തമ്മാറിൻ്റെ ഉമ്മ ഹരീസയുണ്ടാക്കി നൽകി അയച്ചു എന്നാണ്. ദാവൂദ് ബിൻ സാലിഹ് അത്തമ്മാർ ഉമ്മ ഉണ്ടാക്കിയ ഹരീസയുമായി, ഹരീസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ഗോതമ്പ് നുറുക്കിനാൽ ഉണ്ടാകുന്ന ഒരു തരം ഭക്ഷണമാണ്. അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ ആയിഷയുടെ അടുക്കൽ ചെന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഈ ഹരീസ അവിടെ വെച്ച് നിസ്കാരം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വരുമ്പോഴേക്ക് ഈ ഹരീസയിൽ നിന്ന് അല്പം പൂച്ച തിന്ന്, ഒരു പൂച്ച വന്ന് തിന്ന്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിൻ്റെ ബാക്കി ഭാഗം അവർ കഴിച്ച്, ഹരീസയുടെ ബാക്കി കഴിച്ച്. അപ്പോൾ ഇവർക്ക് അത്ഭുതം, പൂച്ച തിന്നതിൻ്റെ ബാക്കി അവർ തിന്നപ്പോൾ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂച്ചയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹാ ലൈസത് ബിനജസിൻ ഇന്നമാ ഹിയ മിനത് തവാഫീന അലൈക്കും വത്തവാഫാത്ത്. പൂച്ച നജസല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, നിങ്ങളുടെ വീട്ടിൽ സേവകരായി സഹായികളായി ഉള്ള വൃത്യരെ പോലെ ഒരു ഇണജീവിയാണ് പൂച്ച എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഓതി. ഇമാം ദാറഖുത്നിയുടെ ഒരു നിവേദനത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്ഗി ഇലൽ ഹിർറതി അൽ ഇനാ ഫയസ്തശ്റബു മിൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് എന്താ, പാത്രം, അതിൽ വെള്ളം ഉള്ള പാത്രം, അത് പൂച്ചക്ക് ഇങ്ങനെ ചെരിച്ചു കൊടുക്കും. അപ്പം പൂച്ച ആ വെള്ളത്തിൽ നിന്ന് കുടിക്കും. എന്നിട്ട് ആയിഷ പറയാണ്, സുമ്മ യതവദ്ദഉ മിൻ ബിഫദ്ലിഹ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൂച്ച കുടിച്ചതിൽ ശേഷിക്കുന്ന ശിഷ്ടജലം അതിൽ നിന്ന് wudu ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച്. ഇത് ഇമാം മാലിക് മുവത്തയിൽ നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവത്തിൽ കബ്ഷ ബിൻത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹ അവർ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു ചെയ്ത ഒരു ചെയ്തിയിൽ ആശ്ചര്യം കൂറിയ സമയം, ഇതേപോലെ ഒരു അബൂ ഖതാദയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് ഉദ്ധരിച്ച് അതിനോട് പ്രതികരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താ, അബൂ ഖതാദ അൽ ഹാരിസ് ബിൻ റബീഉ റളിയല്ലാഹു തആലയുടെ മകൻ അബ്ദുള്ളയായിരുന്നു ഈ കബ്ഷയെ കല്യാണം കഴിച്ചത്. അപ്പോൾ കബ്ഷയുടെ വീട്ടിലേക്ക് അമ്മോശാക്ക അഥവാ അബൂ ഖതാദ അൽ ഹാരിസ് ബിൻ റബീഉ റളിയല്ലാഹു തആല അൻഹു ചെന്ന്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി സമയമായപ്പോൾ കബ്ഷ അബൂ ഖതാദക്ക് wudu ചെയ്യാനുള്ള വെള്ളം എടുത്തു വെച്ച്. അപ്പോൾ ഒരു പൂച്ച വന്ന് അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പൂച്ചക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഇങ്ങനെ ചെരിച്ചു കൊടുത്ത്. അപ്പോൾ പൂച്ച അതിൽ നിന്ന് കുടിച്ച് ദാഹം തീർത്ത്. ശിഷ്ടജലം കൊണ്ട് അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു wudu ചെയ്തപ്പോൾ കബ്ഷക്ക് ഭയങ്കര അത്ഭുതം, പൂച്ച കുടിച്ചതിൻ്റെ ബാക്കി കൊണ്ട് wudu എടുക്കുക. അപ്പോൾ അബൂ ഖതാദ പറയാണ്, അതഅജബീൻ യബ്നത അഖി, നിങ്ങൾ അത്ഭുതം കൂറുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൂച്ചയുടെ വിഷയത്തിൽ, ഇന്നഹ ലൈസത് ബിനജിസിൻ ഇന്നമാ ഹിയ മിന തവാഫീന അലൈക്കും വത്തവാഫാത്ത്. പൂച്ച നജസല്ല, പൂച്ച നിങ്ങളുടെ വീട്ടിൽ സേവകരെ പോലെ ഭൃത്യരെ പോലെ നിങ്ങൾക്ക് ഇടപഴകി ജീവിക്കുന്ന ഒരു ഇണജീവിയാണ്, ഒരു ഇണക്കമുള്ള മൃഗമാണ് എന്ന് പറയുകയുണ്ടായി എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂച്ചയെക്കുറിച്ചുള്ള ഈ ഒരു വർത്തമാനം ആയിഷ ഉമ്മ പറഞ്ഞത്, അതേപോലെ അബൂ ഖതാദ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചത്. പൂച്ചക്ക് വെള്ളം ഇങ്ങനെ ചെരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് അത് കുടിച്ച് കഴിഞ്ഞ അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ wudu ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഫിഖ് കിതാബുകളിലും ഹദീസ് കിതാബുകളിലൊക്കെ വായിക്കുമ്പോൾ ശരിയാണ്, ഇസ്ലാമികമായ കുറേ ഹുക്കുമുകൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. ആ നിലക്കാണ് ഫിഖ് കിതാബുകളിലൊക്കെ ഇത് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ വായിക്കുന്ന
സ്വഭാവപരമായിട്ടുള്ള വിഷയങ്ങൾ അതെന്താണ്? നമ്മുടെ ആദരവുറ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം മിണ്ടാപ്രാണികളോട് വർത്തിച്ചിരുന്നതിൻ്റെ ചില മാതൃകകളാണ്.